പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. നമ്മുടെ ചിന്താമണ്ഡലം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ സമാധാനത്തെ കടത്തിവിടുന്ന ഒരു വാതിലായിരിക്കണം. നമ്മുടെ ജീവിതത്തിന് പുറത്ത് ഒരു വിധത്തിലും നമുക്ക് റിയൽ പീസ് ലഭിക്കുന്ന ഒരു സ്ഥലമില്ല. നമുക്ക് റിയൽ പീസ് നമ്മുടെ ഉള്ളിൽ സ്വർഗത്തിലെ ദൈവം തരുന്നതാണ്. ദൈവത്തിൻ്റെ ചിന്തകളാണ് ദൈവീയ സമാധാനം നമുക്ക് തരുന്നത്. ഇന്നൽപ്പം നേരത്തെ ചിന്തയ്ക്കായിട്ട് യെശയ്യാവ് 26:3, ഐസായ ചാപ്റ്റർ 26:3, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ദൈവമക്കളെ, പീസ് എന്ന വാക്കിൻ്റെ ഡെഫിനിഷൻ കടന്നു വരുന്നത് അതിൻ്റെ എബ്രായ ഭാഷയിൽ നിന്ന്. ആ വാക്ക് ഷലൂം. ഷലൂമിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ്നെസ്, ഹോൾനെസ്, ഹാർമണി, ഫുൾഫിൽമെൻറ്റ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ. നത്തിങ് മിസ്സിങ് ആൻഡ് നത്തിങ് ബ്രോക്കൺ. അതായത് കാണാത്തതും കാണാതായതും തകർന്നതും ഉടഞ്ഞതും ഒന്നും അവിടെ ഇല്ല. പൂർണ്ണതയും നിറവും തൃപ്തിയും എല്ലാം ഉള്ളൊരവസ്ഥയാണ് സമാധാനമുള്ള അവസ്ഥ. തന്നെയുമല്ല, ദൈവവും മറ്റുള്ളവരുമായിട്ട് നമുക്ക് ഒരു അൺഡാമേജ്ഡ് ആൻഡ് അൺഹിൻഡേർഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്നതും സമാധാനത്തിൻ്റെ ഒരു വശമാണ്. അതായത് നഷ്ടം വരാത്ത, ഡാമേജ്ഡ് ആകാത്ത, അതുപോലെ തടസ്സം വരാത്തൊരു ബന്ധം നമുക്ക് ദൈവവും മറ്റു മനുഷ്യരുമായിട്ടും കാണണം. നമുക്ക് എങ്ങനെ ഈ പീസ് അറ്റൈൻ ചെയ്യാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും? നമ്മുടെ കുറിവാക്യത്തിൽ പറയുന്നു, സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാട്ടെ, നമ്മളെ സമാധാനത്തിൽ കാക്കുന്നത് ദൈവമാണ്. എന്നാൽ നമ്മളൊരു കാര്യം ചെയ്യണം, നമ്മുടെ ഭാഗം നമ്മൾ ചെയ്യണം. അതായത് നമ്മുടെ തോട്ട് ലൈഫ് അത് ദൈവീയ ചിന്തയുമായിട്ട് പാരലായിട്ട് പോകുന്നതായിരിക്കണം, ഒരുമിച്ച് പോകുന്നതായിരിക്കണം. അത് റൂട്ടഡ് ആയിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദൈവീയ ചിന്തയിലാണ് അത് റൂട്ടഡ് ആയിരിക്കുന്നത്. ദൈവവും ദൈവത്തിൻ്റെ വചനവും തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം ഇങ്ങനെ പറയുന്നത്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. ഇൻ ദ ബിഗിനിങ് വാസ് ദ വേർഡ് ആൻഡ് ദ വേർഡ് വാസ് വിത്ത് ഗോഡ് ആൻഡ് ദ വേർഡ് വാസ് ഗോഡ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, നമുക്കൊരു ഡിവോഷണൽ ഒരു കടമ നിർവഹിക്കുന്ന പോലെ വചനം വായിക്കാൻ പറ്റത്തില്ല. പക്ഷേങ്കിൽ ഡിവോഷൻസിനൊന്നും ഒരു തെറ്റുകൊണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഒരു കടമ തീർക്കുന്നത് പോലെ, ഒരു ചിന്തയ്ക്ക് വേണ്ടി, ഒരു ഡിവോഷന് വേണ്ടി എന്തെങ്കിലും ഒരു ഭാഗം വായിക്കുന്നത് പോലെ ബൈബിൾ വായിച്ച് വിടല്ലേ. കാരണം നമ്മൾ വായിക്കുന്ന വിധത്തിൽ നമ്മുടെ തെറ്റായുള്ള ചിന്തകൾ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം, ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. എന്നിട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് അതിനെ റിവേഴ്സ് ചെയ്യുവാൻ തക്കണം നമുക്ക് കഴിയണം. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് നമ്മൾ അബ്സ്റ്റെയിൻ ചെയ്ത് നിൽക്കണം തെറ്റായ ചിന്തയിൽ നിന്ന്. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, നമ്മുടെ തോട്ട് ലൈഫിനെ നമുക്ക് റവല്യൂഷനൈസ് ചെയ്യണം. എങ്ങനെ? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പേ റവല്യൂഷനൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതവും റവല്യൂഷനൈസ്ഡ് ആകും. അതായത് അടി തൊട്ട് മുടി വരെ വ്യത്യാസം നമ്മിൽ വരുമെന്ന്. ഹല്ലേലൂയ. നമ്മുടെ ചിന്തകളൊക്കെ ദൈവത്തിൻ്റെ വചനവുമായിട്ട് ലൈനപ്പ് ചെയ്ത് പോകുന്നുണ്ടോ എന്ന് നോക്കണം. എന്നിട്ട് നമ്മുടെ മുമ്പിലുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കണ്ണിന് മുമ്പിലുള്ള ശരിയായിട്ടുള്ള കാര്യങ്ങളെ അത് ചേഞ്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. കൂടുതൽ നമുക്കതേപ്പറ്റി ഒരു അറിവ് വേണമെങ്കിൽ ദൈവമക്കളെ ഒന്ന് ഫാസ്റ്റ് ചെയ്ത് കർത്താവിനോട് പറ, കർത്താവേ, റോങ് തിങ്കിങ്ങിൽ നിന്ന് എന്നെ നീ മാറ്റിയെടുക്കണമെന്ന്. തീർച്ചയായിട്ടും ദൈവം അങ്ങനെ തന്നെ ചെയ്യും. ഇവിടെ
യെശയ്യാവ് 26:3 നമ്മൾ കാണുന്നത് പെർഫെക്റ്റ് പീസ്, പൂർണ്ണ സമാധാനം ദൈവം തരും. ഈ പെർഫെക്റ്റ് വില്ലും പെർഫെക്റ്റ് പേർപ്പസും നമ്മുടെ ജീവിതത്തിന് വേണ്ടത് നമ്മുടെ ദൈവത്തിൽ നിന്നാണ് വരേണ്ടത്. അവിടെയും നമുക്കൊരു പൂർണ്ണതയും നിറവും തൃപ്തിയും ഒക്കെ ദൈവം തരും. എന്തൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ അതെല്ലാം റെസ്റ്റോർ ചെയ്യുവാൻ ദൈവം നമ്മെ സഹായിക്കും. ആ പൂർണ്ണ സമാധാനം ഉള്ള സമയത്ത് നാം നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ തകർന്നതായിട്ടുള്ള ഒരിടവും കാണത്തില്ല. എവിടെയൊക്കെ തകർച്ച വന്നോ അതിനെയൊക്കെ യഥാസ്ഥാനപ്പെടുത്തി സ്വർഗത്തിലെ ദൈവം നമുക്ക് തരും. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു പൂർണ്ണ സമാധാനം ലഭിക്കും, പെർഫെക്റ്റ് പീസ് ലഭിക്കും. അപ്പം ദൈവവുമായിട്ടും മനുഷ്യരുമായിട്ടുള്ള നമ്മുടെ റിലേഷൻഷിപ്പും അത് ഹെൽത്തി ആയിരിക്കും, ഗ്രോയിങ് ആയിരിക്കും, ഒന്നിനാലും തടസ്സപ്പെടാത്ത ഒരു ബന്ധമായിരിക്കും അതാണ് പെർഫെക്റ്റ് പീസ്. എന്നിട്ട് അത് വരുന്നത് എങ്ങനെയുള്ള മനസ്സിൽ നിന്നാണെന്നറിയാമോ? ദൈവം എങ്ങനെ ചിന്തിക്കുന്നോ അതേപോലെ ചിന്തിപ്പാൻ തക്കവണ്ണം റിന്യൂഡായിട്ടുള്ളൊരു മനസ്സിൽ നിന്ന് മാത്രമേ അങ്ങനത്തെ ഒരു ചിന്ത വരത്തുള്ളൂ. നമ്മുടെ ജീവിതം എങ്ങനെ തന്നെയാണെങ്കിലും, ഞാൻ പറയട്ടെ കുഞ്ഞെ, ആ കാറ്റർപില്ലറിൻ്റെ ഫീറ്റ് പോലെ പയ്യെ പയ്യാണ് നിൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നതെങ്കിലും ഓർത്തോണം, നീ ഇതൊക്കെയും ധ്യാനിച്ച് അനുസരിച്ച് തുടങ്ങുമ്പോൾ ഫ്രം ദ ഇൻസൈഡ് ഔട്ട് സൂപ്പർ നാച്ചുറലായിട്ടുള്ള ചിലതൊക്കെയും സംഭവിക്കുന്നുണ്ട്. നിൻ്റെ തോട്ട് ലൈഫ് മുഖേന നീ ട്രാൻസ്ഫോംഡ് ആകുകയാണ്. നിനക്ക് അൺലിമിറ്റഡ് ആയിട്ടുള്ള പൊട്ടൻഷ്യലുള്ളത് പുറത്തു വരിക. എന്തിനു വേണ്ടി നിന്നെ സൃഷ്ടിച്ചോ അതിലേക്ക് നിന്നെ പറപ്പിക്കുന്നൊരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. അപ്പോൾ നമ്മുടെ തോട്ട് ലൈഫ് എന്ന് പറയുന്നത് ഗേറ്റ് വേ ടു ഗോഡ്സ് പ്ലാൻ, ഗേറ്റ് വേ ടു ഗോഡ്സ് പെർഫെക്റ്റ് ഫ്യൂച്ചർ, ഗേറ്റ് വേ ടു ഗോഡ്സ് പെർഫെക്റ്റ് പീസ്. ഹല്ലേലൂയ. ഈ സത്യമൊക്കെ നാം മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിനോട് കൂടുതൽ പറ്റിയിരിക്കും. ബിബ്ലിക്കലായിട്ടുള്ള എല്ലാ ചിന്തകളും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകും. ദൈവത്തിൻ്റെ ഹിതത്തിൻ്റെ നടുവിലാണ് നാം സഞ്ചരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അത് നമ്മെ ട്രാക്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകും. അത് നമ്മെ വഴിതെറ്റാതെ നമ്മളെ സൂക്ഷിക്കും. നമ്മൾ സ്വപ്നം കണ്ടതിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് ദൈവം നമ്മെ നടത്തുകയും ചെയ്യും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. 1 യോഹന്നാൻ 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം, 1 John chapter 4:10 ഇങ്ങനെ പറയുന്നു: നാം ദൈവത്തെ സ്നേഹിച്ചതല്ല, അവൻ നമ്മെ സ്നേഹിച്ച് തൻ്റെ പുത്രനെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുവാൻ അയച്ചത് തന്നെ സാക്ഷാൽ സ്നേഹമാകുന്നു. മക്കളെ, ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് അതൊരു റിലീജിയൻ അല്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ക്രിസ്ത്യാനിറ്റി. ദൈവം ആഴത്തിൽ നിന്നെ സ്നേഹിക്കുന്നു. നീയുമായി ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. യേശു കർത്താവിൻ്റെ സ്നേഹമുണ്ടല്ലോ, അത് നമ്മുടെ പാപങ്ങളെയും നമ്മുടെ വേദനകളെയും നമ്മുടെ ഭയത്തെയും നമ്മുടെ ഏകാന്തതയും എല്ലാം തുടച്ച് ഒഴുക്കി ദൂരെ കളയും. നാം നമ്മുടെ എറ്റേണിറ്റി അവനോടുകൂടെ സ്വർഗത്തിൽ ചെലവഴിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ റെസ്റ്റ് ഓഫ് ദ ലൈഫ് ഹല്ലേലൂയ അവനോട് കൂടെ ചേർന്ന് നാം നടക്കണം. കുഞ്ഞെ, നീ ഒരു പുതിയ ജീവിതം തുടങ്ങുകയാണെങ്കിൽ നിൻ്റെ വൈൽഡസ്റ്റായിട്ടുള്ള ഡ്രീംസ് എല്ലാം കള. എന്നിട്ട് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ മുട്ടുമടക്ക്. തീർച്ചയായിട്ടും ദൈവം നമ്മെ സഹായിക്കും. ദൈവത്തിൻ്റെ വഴികൾ അഗോചരമാണ്. ഞാൻ പെട്ടെന്ന് 1-2 കാര്യങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. നമ്മൾ വിശ്വാസത്തിലേക്ക് കടന്നു വരണം. ഓരോ ദിവസവും ദൈവം നമുക്ക് ജീവിക്കാനായിട്ട് തന്ന ഒരു ദിവസമായിട്ട് അതിനെ കാണണം. എന്നിട്ട് ജീവിക്കാൻ തുടങ്ങുമ്പോൾ ദൈവത്തെ പ്ലീസ് ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. 3 കാര്യം പ്രൈസ് ഗോഡ് ദിവസവും ചെയ്യുവാനൊന്ന് ഉത്സാഹിക്കുമോ? 1, നീ വചനം വായിക്കണം. നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ പ്രോബ്ലത്തിൻ്റെയും ഉത്തരം ദൈവവചനമാണ്. അത് വായിക്കുകയും പഠിക്കുകയും ദൈവം അബ്രഹാമിന്, ഇസ്ഹാക്കിന്, യാക്കോബിന്, ദാവീദിനൊക്കെ കൊടുത്ത അതേ പ്രോമിസസ് നമുക്കും കൂടെ ഉള്ളതാണെന്ന് മനസ്സിലാക്കി പ്രൈസ് ഗോഡ് അത് അനുസരിപ്പാൻ, നമ്മൾ വിടാത്തും കൈവിടാത്ത ആ കർത്താവിൻ്റെ ചാരിക്കൊണ്ട് ജീവിപ്പാനും ആവശ്യമാകുന്ന ബലവും ജ്ഞാനവും ലഭിക്കാനും തക്കവണ്ണം നമുക്ക് അവൻ്റെ പാദപീഠത്തിൽ അണഞ്ഞ് ജീവിക്കണം. അതുപോലെ ഒരു ചർച്ചുമായിട്ടൊരു ബന്ധം വേണം. പ്രൈസ് ഗോഡ്.
പവർ വരുന്നത് മുഴുവൻ ഒരു ചർച്ച് ഫാമിലിയിൽ നിന്ന്. ചർച്ച് അതുകൊണ്ട് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ എക്വിപ്പ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ചേർച്ചാണ് എക്വിപ്പ് ചെയ്യുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം, ലൂക്ക് ചാപ്റ്റർ 4:16 ഇങ്ങനെ പറയുന്നു: അവൻ വളർന്ന് നസ്രത്തിൽ വന്നു, ശബ്ബത്തിൽ തൻ്റെ പതിവ് പോലെ പള്ളിയിൽ ചെന്ന് വായിപ്പാൻ എഴുന്നേറ്റ് നിന്നു. ശബ്ബത്തിൻ്റെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഹല്ലേലൂയ. യേശു കർത്താവിന് ഇതൊരു കഷ്ടമാക്കാമെങ്കിൽ എന്തുകൊണ്ട് നമുക്കാക്കിക്കൂടാ? അടുത്തത് ടെൽ സംബഡി. നമുക്ക് റിവാർഡ് കിട്ടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ്. നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്ന് മറ്റുള്ളവരോട് പറയാം. അതിൻ്റെ കുഞ്ഞെ നീ പ്രീച്ചർ ഒന്നും ആകണ്ട. ജസ്റ്റ് ടെൽ സംബഡി യുവർ സിമ്പിൾ സ്റ്റോറി ഓഫ് ഗോഡ്സ് ലവ് ആൻഡ് പ്ലാന്റ് ദ സീഡ്സ് ഓഫ് ദ ഗോസ്പൽ ഇൻ സമ്മൺസ് ലൈഫ്. ഹല്ലേലൂയ. ദൈവം നമ്മെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. തിരുവചനം വായിപ്പാൻ തക്കവണ്ണം കർത്താവേ, മുടങ്ങാതെ ചർച്ചിൽ പോകുവാൻ തക്കവണ്ണം, കൂട്ടായ്മകളിലൊക്കെ പങ്കെടുക്കുവാൻ തക്കവണ്ണം, മറ്റുള്ളവരോട് കർത്താവേ ദൈവത്തിൻ്റെ വചനം പറവാൻ തക്കവണ്ണം എല്ലാം ആവശ്യമാണെന്ന കൃപ ഞങ്ങൾക്ക് പെരുമാറണം. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു.